ഹലോ കൂട്ടരെ, അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബഷീർ ദിനത്തിലെ പാത്തുമ്മയുടെ ആട് എന്ന ഒരു കഥാപാത്രമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും വൈകിയത് വേറെ ഒന്നുമല്ല, ഇച്ചിരി പരിപാടികളും തിരക്കുകളും ഉണ്ടായിരുന്നേ. അപ്പൊ എല്ലാവരും എൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രം കാണാൻ റെഡി അല്ലേ? വരൂ. എന്ത് സമാധാനം. അല്ല, ഓളിന്റെ ആടിന് വല്ലതും കൊടുത്തിക്കണാവോ? അല്ല, ഇങ്ങളെന്റെ ആടിന് വല്ലതും തിന്നാൻ കൊടുത്തോ? എൻ്റെ ആട് ഇല്ല, ബുക്കും കടലാസും ഒക്കെ തിന്നിട്ട് പിന്നെ എന്താ ആടിന് കൊടുക്കണ്? ഓ, എപ്പോഴും പറയും വലിയ കാക്കാന്റെ ബാല്യകാല സഖിയും അതേപോലെ തന്നെ ശബ്ദങ്ങളൊക്കെ എന്റെ ആട് തിന്നുന്ന്. എന്നുണ്ടായാലും എന്നെ എന്റെ ആടിന്റെ കുറ്റം. എന്റെ ആടിന്റെ പാല് ചോദിച്ചിന്നെ വായോ. അപ്പൊ ഈ സുബൈദാനെ മറക്കല്ലേ? ആ, ഇപ്പൊ മറക്കില്ല, ഞാൻ ഒറ്റ അടി വെച്ച് തരും. അല്ലാ, എന്റെ ആടോട് പേച്ച് നിൽക്കായിരിക്കും. പത്തിരി പലകയിൽ പത്തിരി ചൂട്ടും മുത്തൊളി പാത്തുമ്മ. ഏയ്, ആ ഇത് നല്ല രസമുണ്ടല്ലോ. നല്ല വെണ്ടക്ക പോലത്തെ തേങ്ങ പോമ്പെടുത്തോണ്ട. പത്രിക പലകയിൽ പത്രിക ചൂട്ടും മുത്തൊളി പാത്തുമ്മ. പാത്തുമ്മാന്റെ ആട് ഇതൊന്ന് കഴിച്ചേ. അല്ലാ, എന്റെ ആടിനെ പേച്ചിട്ട് വെച്ച വേഗം തിന്നിട്ടോ. അല്ലാ, ഇത് ചക്കട ആട്, പാത്തുമ്മാന്റെ കുഞ്ഞാട്. എന്റെ ആടൊന്ന് പെറട്ടെ, എന്നിട്ടാണ് എന്റെ കൂടേക്ക് ഒരു വാതിലങ്ങോട്ട് വെക്കാൻ. അതിൽ തന്നെ അബൂക്കും കുഞ്ഞുമൈദൂനൊക്കെ എന്റെ കണ്ടാൽ എന്നെ അങ്ങോട്ട് കണ്ണിന്റെ വരെ കണ്ടോടാ. ആടൊന്ന് പെറട്ടെ, എന്നിട്ട് ആ സുബൈദാക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേഗം തിന്നിട്ടോ. അല്ലാ, എന്റെ ആടിന് ഇത് നീ വരുത്തിച്ചല്ലോ റബ്ബേ. ഞാൻ പാത്തിന് ഞാനല്ലേ, ആരുമില്ല തിന്നാൻ കൊടുക്കാൻ. അല്ലാ, പള്ള കണ്ട് ഒട്ടിയിരിക്കണ എന്റെ കുഞ്ഞാടിന്റെ. പാത്തുമ്മാന്റെ ആട് വേഗം തിന്നിട്ട് പെരട്ടാ. എന്നിട്ട് വേണം എന്റെ കുടിക്ക് വായിലൊക്കാൻ. നമുക്ക് ഉച്ചക്ക് കനാലിന്റെ പക്കത്തേക്ക് മേക്കാൻ പോവാ. പാത്തുമ്മാനെ ആടിന് എന്ത് ഇഷ്ട പാത്തുമ്മാനെ. ഖദീജക്ക് കൂടി ഒരു ആട്ടുംകുട്ടിനെ വാങ്ങിക്കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ ആട്ടുംകുട്ടിനെ വാങ്ങിക്കൊടുക്കണേ? പാത്തുമ്മാനെ ആട് പെറൂലേ, അപ്പൊ അങ്ങോട്ട് കൊടുത്താ മതിയില്ലേ. അല്ലാ, എന്റെ ആടിന്റെ തീറ്റയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ ഞാനൊരു പ്ലാവിനെ എവിടുന്ന് ഒപ്പിക്കുക? ആമിനത്താത്താനെ ചോദിച്ചു നോക്കേണ്ടി വരും. പാത്തുമ്മേലെ ആടും കുട്ടി വേഗം തിന്നിട്ടോ. കഴിച്ച്. അല്ലോ, വലിയ കാക്കാനും ഞാൻ ആ കാലം പറഞ്ഞില്ല. ഉമ്മയും അബിയൊക്കെ അവിടെ ഉണ്ടാവോ? ആരും കാണല്ല. വേഗം മണ്ടി ചെന്ന് പറയാം. എന്താ വലിയ കാക്ക, ഈ കാര്യം പരമ രഹസ്യമായി വെക്കണം. ശരി. ഇനി ഹദിജക്ക് പണമായിട്ടൊന്നും വേണ്ട. പകരം ഒരു പൊന്നിന്റെ കമ്മല് വന്നാ മതി. പൊന്നിന്റെ വെള്ളിയുടെ വേണ്ടത്? പൊന്നിന്റെ ആയിക്കോട്ടെ. പിന്നെ ആരും അറിയണ്ട, അവൾ അറിഞ്ഞ വഴക്കിടും. അബിയോ ഉമ്മയോ കൊച്ചു മുഹമ്മദോ ആരും അറിയണ്ട. പരമ രഹസ്യമായി സൂക്ഷിക്കണം. ശരി. ആ, പിന്നെ വലിയ കാക്ക, അബിക്കും കൊച്ചു മുഹമ്മദിനും അതേപോലെ തന്നെ പാത്തുമ്മാക്കൊക്കെ പുടവ കൊടുത്തു.
എന്റെ മോള് ഖദീജ പാവം, അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല എന്ന് ഓർക്കണം. വലിയ കാക്ക പൊന്നിന്റെ 2 കമ്മല് വന്നിട്ടാണ് എനിക്ക് എൻ്റെ വീടിന്റെ വാർപ്പ് മൊത്തം കഴിക്കാൻ. പിന്നെ എൻ്റെ ആട് വരുമ്പോൾ എനിക്ക് വാതിലും കിട്ടുമല്ലോ. പെട്ടെന്നായാ മതിയെന്നു. പഠിച്ചോനെ, എൻ്റെ ആടൊന്ന് പെറ്റ് കിട്ടിയാൽ മതി ദാരിദ്ര്യം മാറാൻ. കുട്ടികളെങ്കിലും വെച്ചിട്ട് ഇത് എനിക്ക് വാതിൽ വെക്കാലോ. അല്ലെങ്കിൽ പാത്തുമ്മാൻ ആടിനെ ആർക്കും വിൽക്കൂല. ആ സുബൈദ ചോദിച്ചു തരട്ടെ പാല്, ഇപ്പൊ കൊടുക്കും ഞാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഈ പാത്തുമ്മയുടെ ആട് എന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇപ്പൊ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പൊ ഇതില് നമ്മള് ചുണ്ടിൽ ചാരം നമ്മുടെ ചിന്നുമ്മ കേട്ടോ. അപ്പൊ ചിന്നുമ്മ നമ്മളെ ചിന്നുമ്മ പോസ്റ്റ് നോക്ക് പ്രാമില്ല നോക്ക്. അപ്പോൾ നമ്മളെ ചിന്നുമ്മയായിട്ട് നമ്മുടെ ഈ പോസ്റ്റിന് വന്ന്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ചിന്നുമ്മാൻ്റെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഞാനും ചിന്നുമ്മയും കൂടിയുള്ള വീഡിയോസ് ഇടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനുണ്ട്, എൻ്റെ ചിന്നുമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇട്ടേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും കോളായിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ. എനിക്കും എൻ്റെ